അസ്സലാമു അലൈക്കും. ഒരു ഉടായിപ്പ് കാണിച്ചു തരാം. അതായത് നമുക്കിവിടെ എപ്പോഴും ലെഫ്റ്റ് ഓവർ ചപ്പാത്തി ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി റാപ്പാക്കി കൊടുക്കലാണ്. എപ്പോഴും അത് പറ്റൂലല്ലോ. ഇവിടുത്തെ ഉമ്മ, അതായത് ഇക്കാട് ഉമ്മ കാണിച്ചെന്നൊരു ഉടായിപ്പാണ്. പക്ഷെ ഇത് വർക്കിംഗ് ആണ്. ആദ്യം ഇതൊരു ഉടായിപ്പിൽ തുടങ്ങിയെങ്കിലും ഞങ്ങളുടെ ചിലപ്പോൾ ഉള്ളൊരു സ്നാക്കും ഇപ്പം ഇതാണ്. അപ്പോൾ അതെന്തായാലും കാണിച്ചു തരണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. നമുക്ക് വേറെ ഒന്നുമില്ല, മുട്ട ഇഷ്ടമുള്ളവർക്കും മുട്ടപ്രാന്തന്മാർക്കൊക്കെ ഇത് നല്ലപോലെ ചിലവാകും. ഇവിടെ എന്തായാലും നല്ലപോലെ ചിലവാകുന്നുണ്ട്. മുട്ട എടുക്കുക, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, ഉള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ നമ്മൾ ഒരു ഓംലേറ്റ് പരുവത്തിൽ ആക്കുക. ഇനിയിപ്പോൾ ഈ കോമ്പിനേഷൻ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് പാലോ തേനോ ഒഴിച്ചിട്ട് ടേസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാം. അപ്പോൾ ചപ്പാത്തി നിങ്ങൾക്ക് ഏത് ഷേപ്പിലും കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ദാ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇതിൽ മുക്കുക, അങ്ങോട്ട് പൊരിക്കുക. നെയ്യിലാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്, പക്ഷേ ഞാൻ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇതിങ്ങനെ മുക്കി പൊരിക്കുക. ചപ്പാത്തി തീരാൻ ഇത് മാത്രമല്ല കേട്ടോ വഴി. ഇത് ഗോതമ്പ് പുട്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഉമ്മ. പക്ഷേ ഇപ്പം എന്തായാലും ഒരു ഈവനിങ് ടൈമാണ്. അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു സ്നാക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബാക്കി ഇനി മുട്ട വന്നിട്ടുണ്ടെങ്കിൽ അത് പൊരിക്കുക, അത് തിന്നുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മുട്ട ഇടുന്നതുകൊണ്ട് നമ്മളൊന്നും കൂടി ഒന്ന് ഹീറ്റാക്കല്ലേ, അതുകൊണ്ട് ചപ്പാത്തിയുടെ ടെക്സ്ചർ മാറുണ്ടോ, നല്ല അടിപൊളി സ്മൂത്ത്, നല്ല സോഫ്റ്റ് ആകുമേ. അപ്പോൾ നമുക്ക് തിന്നാൽ മതിയാകില്ല, അങ്ങനെയാകും. അപ്പോൾ ബാക്കിയൊന്ന് ചപ്പാത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തെങ്കിലും പക്ഷേ പിന്നെ മതിയാവേണ്ടി വരും, അത് ഉറപ്പാണ്. ഇതിന് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചമ്മന്തിയോ ടൊമാറ്റോ കെച്ചപ്പോ സോസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ കുറച്ച് മയോണൈസ് ബാക്കി ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഒപ്പം അങ്ങോട്ട് കൂട്ടിയാണ് കഴിച്ചത്. അപ്പം അങ്ങനെ എന്തെങ്കിലും കോമ്പിനേഷനും കൂടി ഉണ്ടെങ്കിൽ ഇതൊന്നുകൂടി സൂപ്പറാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള മുട്ട ഇങ്ങനെ അങ്ങോട്ട് പൊരിച്ചു തട്ടി അതും കഴിച്ചു. അപ്പോൾ വെറുതെ ഒരു സ്നാക്ക് ആക്കാനുള്ളൊരു പരിപാടിയൊക്കെ ഇതിലുണ്ട് എന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ വെറുതെ ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.